നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 7ഉം 8ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമദ് നാരായണീയം ദശകം 64 ഗോവിന്ദ അഭിഷേകം ശ്ലോകം 7. സസംഭ്രമം തേന ജലാധിപേന പ്രപൂജിതസ്ത്വം പ്രതിഗൃഹ്യതാതം ഉപാഗതസ്തക്ഷണമാത്മഗേഹം പിതാവദത്തച്ചരിതം നിജേഭ്യ. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥവും നോക്കാം. സസംഭ്രമം തേന ജലാധിപേന പ്രപൂജിത സ്ത്വം പ്രതിഗൃഹ്യ താതം ഉപാഗത സ്തക്ഷണം ആത്മഗേഹം പിതാവദത് തത് ചരിതം നിജേഭ്യ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. തേന ആ ജലാധിപേന വരുണനാൽ സസംഭ്രമം പരിഭ്രമത്തോടുകൂടി പ്രപൂജിതം സംപൂജിതനായ ത്വം അങ്ങ് താതം പിതാവിനെ പ്രതിഗൃഹ്യ തിരിച്ചു വാങ്ങിയിട്ട് തത്ക്ഷണം ഉടൻ തന്നെ ആത്മഗേഹം സ്വഗൃഹം ഉപാഗത മടങ്ങിയെത്തിയവനായി തീർന്നു പിതാ നന്ദഗോപൻ. തച്ചരിതം ആ വൃത്താന്തം നിജേഭ്യ തൻ്റെ ആളുകളോട് അവതത് പറഞ്ഞു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. സസംഭ്രമം ഭ്ര എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. തേന ജലാധിപേന ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. പ്രപൂജിതസ്ത്വം പ്രതിഗൃഹ്യ താതം ഉപാഗത സ്തക്ഷണം ആത്മഗേഹം. അത് ചേർത്ത് ചൊല്ലുമ്പോൾ ഉപാഗതസ്തക്ഷണമാത്മഗേഹം ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പിതാ അവതത് തത് ചരിതം അത് ചേർത്തിട്ടാണ് പിതാവദത്തച്ചരിതം നിജേഭ്യ. അവിടെ ലാസ്റ്റിൽ വിസർഗം ഭ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സസംഭ്രമം തേന ജലാധിപേന പ്രപൂജിതസ്ത്വം പ്രതിഗൃഹ്യതാതം ഉപാഗതസ്തക്ഷണമാത്മഗേഹം പിതാവദത്തച്ചരിതം നിജേഭ്യ. അടുത്തത് 8ാമത്തെ ശ്ലോകം. ഹരിം വിനിശ്ചിത്യ ഭവന്തമേതാൻ ഭവത്പദാലോകനബദ്ധതൃഷ്ണാൻ നിരീക്ഷ്യ വിഷ്ണോ പരമം പദം തദ്ദുരാപമന്യൈസ്ത്വമതീദൃശസ്താൻ. നമുക്ക് ഈ ശ്ലോകം പിരിച്ചിട്ട് അതിലത്തെ അർത്ഥം നോക്കാം. ഹരിം വിനിശ്ചിത്യ ഭവന്തം ഏതാൻ ഭവത് പദാലോകന ബദ്ധ തൃഷ്ണാൻ നിരീക്ഷ്യ വിഷ്ണോ പരമം പദം തത് ദുരാപം അന്യൈ സ്ത്വം അതീദൃശ സ്ഥാൻ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ഭവന്തം ഭഗവാനെ, ഹരിം വിഷ്ണു എന്ന്, വിനിശ്ചിത്യ നിശ്ചയിച്ചിട്ട്, ഏതാൻ ഈ ഗോപന്മാരെ, ഭവത് പദാലോകന ബദ്ധ തൃഷ്ണാൻ അങ്ങയുടെ ലോകം കാണാൻ ദൃഢമായ ആഗ്രഹമുള്ളവനെന്ന് നിരീക്ഷ്യ മനസ്സിലാക്കിയിട്ട്, വിഷ്ണു അന്തർയാമിയായ ദേവ ത്വം അങ്ങ്, താൻ അവരെ, അന്യൈ ഭക്തിയും സാധനയും ഇല്ലാത്തവരും, ദുരാപം ചെന്നെത്താനാകാത്ത പരമം ഏറ്റവും ഉത്കൃഷ്ടമായ, തത്പദം ആ സ്ഥാനത്തെ അല്ലെങ്കിൽ ബ്രഹ്മപദം, അതീദൃശ കാണിച്ചു കൊടുത്തു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ഹരിം വിനിശ്ചിത്യ ശ്ചി എന്നുള്ളത് ശ ച എന്നാണ്. വിനിശ്ചിത്യ ഭവന്തമേതാൻ ഭവന്തം ഏതാൻ അത് ഒന്നിച്ചെഴുതുമ്പോൾ ഭവന്തമേതാൻ. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഭവത് ഭ എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. പദാലോകന ബദ്ധ തൃഷ്ണാൻ ബദ്ധ ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. നിരീക്ഷ്യ ക്ഷ്യ എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. വിഷ്ണു പരമം പദം തത് ദുരാപം അന്യൈ സ്ത്വം അതീദൃശ സ്ഥാൻ അത് ചേർത്തിട്ട്
തദ്ദുരാപമന്യൈസ്ത്വമതീദൃശസ്താൻ. ഇവിടെ ചെറിയൊരു വരട്ടുണ്ട്, അപ്പം നമ്മളത് ചേർത്ത് ചൊല്ലാനുള്ളതാണ്. തത് ദുരാപ, അങ്ങനെ രണ്ട് ദാന്ന് വരുമ്പോൾ ഇവിടെ ദു മെല്ലെ നൂന്നി പറയണം. തദ്ദുരാപമന്യൈസ്ത്വമതീദൃശസ്താൻ, അങ്ങനെ നിർത്താം. ഹരിം വിനിശ്ചിത്യ ഭവന്തമേതാൻ ഭവത്പദാലോകനബദ്ധതൃഷ്ണാൻ നിരീക്ഷ്യ വിഷ്ണോ പരമം പദം തദ്ദുരാപമന്യൈസ്ത്വമതീദൃശസ്താൻ. ഹരിനാരായണ ഗോവിന്ദ, ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.